മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിയുക്ത കാതോലിക്ക ബാവ സ്ഥാനമോഹികൾ പെരുകുന്നതായി സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ റിപ്പോർട്ടുകൾ വരികയാണ്. സഭയ്ക്കുള്ളിൽ ഇത് വലിയ പൊട്ടിത്തെറിയിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സ്ഥാനമോഹികളും അവരുടെ പിണിയാളുകളും ഇതിനായി സഭയ്ക്കുള്ളിൽ കടിപിടി കൂടുന്നതായും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തെക്കൻ ജില്ലയിലെ ഒരു മെത്രാനാണ് ഈ സ്ഥാനത്തിനായി കൂടുതൽ മോഹിക്കുന്നതെന്നും തനിക്ക് ഭരണകർത്താക്കളുമായി നല്ല ബന്ധമാണെന്നും ഇയാൾ സഭയ്ക്കുള്ളിൽ പലരോടും പറഞ്ഞു പരത്തുന്നതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു മാന്യതയും ഒക്കെ വിചാരിച്ച് കുറെ കാലമായി സഹിക്കുക കേട്ടോ. അതായത് ഈ 26 മെത്രാപ്പൊലീത്തമാരെ സ്റ്റേജിലിരുന്ന് തെറി വിളിച്ചപ്പോഴും ഒക്കെ എല്ലാവരും സഹിച്ചു. പക്ഷെ അതിൻ്റെ ഒരു അനന്തരഫലമാണ് കഴിഞ്ഞ അസോസിയേഷനിൽ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ്. ഇനിയിപ്പോൾ അതൊന്നും പറ്റൂല. ഇനിയൊന്നും ഇങ്ങനെ നീങ്ങിയാലൊക്കത്തില്ല. മലങ്കര അസോസിയേഷൻ വിളിച്ചു കൂട്ടുകയും മലങ്കര അസോസിയേഷന് വിളിച്ചുകൂട്ടി 6 ഭദ്രാസനങ്ങളിൽ ഇനി അവിടെ ഇരിക്കുന്ന അസിസ്റ്റന്റന്മാരെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. 6 ഭദ്രാസനങ്ങളിൽ മെത്രാപ്പൊലീത്തമാരെ അവിടുത്തെ മെത്രാപ്പൊലീത്തമാരായി സ്ഥിരപ്പെടുത്തി വാഴിക്കണം. മലങ്കര സഭയ്ക്ക് തീർച്ചയായും നിയുക്ത ബാവ ഉണ്ടാകണം. ഇനിയിപ്പോൾ അടങ്ങിയിരിക്കാനൊന്നും നോക്കില്ല. മൂക്ക് ചെത്തുന്നവനൊക്കെ മൂക്ക് ചെത്തട്ടെ. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ വരട്ടെ മൂക്ക് ചെത്താൻ, നമ്മൾ നോക്കിക്കോളാം. അതിനൊക്കെ തൻ്റെ ഇടം ഉള്ളവൻ മലങ്കര സഭയിലുണ്ടെങ്കിൽ, അല്ലാതെ അമേരിക്കയിൽ ഏതെങ്കിലും കെയർ ഓഫിൽ പോയി കിടന്നിട്ട് ഇവിടെയുള്ള മെത്രാന്മാരെയും ഒക്കെ തെറി വിളിക്കാനാണെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് പോവാ, പറയുന്നിടത്ത് ഞങ്ങളും വരാം കേട്ടോ. അല്ലാതെ 7-ാം കടലിന് അക്കരെ ഇരുന്ന് തെറി വിളിച്ചാൽ അതായിക്കോട്ടെ, ബാക്കി നമുക്ക് നോക്കാം. കാരണം വെറുതെ ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട. മെത്രാന്മാരെ ആക്ഷേപിച്ച് അടക്കിയേക്കാമെന്നൊന്നും ആരും കരുതരുത്. ഞങ്ങളാരും പുറമോട്ട് പോകാനില്ല. നവോത്ഥാന തൊഴിലാളികൾ, മറ്റേ തൊഴിലാളികൾ, മറിച്ചേ തൊഴിലാളികൾ, നവോത്ഥാനത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ അങ്ങനെയൊന്നും ആരും കയറി സംബോധന ചെയ്യത്തില്ല കേട്ടോ. എന്താണ് നവോത്ഥാനമെന്നും ബാക്കിയുള്ളവരെന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ CPM-ൻ്റെ ശക്തനായ പ്രവർത്തകനാണ്. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ഈ സഭയിൽ തെറി പറയാൻ അനുവദിക്കത്തില്ല. മനോരമയെ ഈ സഭയിൽ തെറി പറയാൻ അനുവദിക്കത്തില്ല. അവരാരും ഈ സഭയ്ക്ക് ഗുണമല്ല, ദോഷം ചെയ്തിട്ടുള്ളവരല്ല. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയമൊക്കെ രണ്ടാമത്. ആദ്യം സഭ. ഇനി ഇതിനൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ മതി. നവോത്ഥാനം ഇനി ദേവലോകത്തു നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. ഇപ്പം മലങ്കര അസോസിയേഷനിൽ നിന്നാണ് തുടങ്ങി. ഇനി അത് ദേവലോകത്തേട്ട് വ്യാപിപ്പിക്കണം.